സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. അപ്പനും എൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 17-26 മുതൽ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ
മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവർ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 24-37 മുതൽ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ തന്നെ കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ, ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അവർ സാധാരണ ജീവിതം നയിച്ചു പോന്നു. അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു. ജലപ്രളയം വന്നു. നനച്ചിരിയാതെ വചനം പോലെ തന്നെ സംഭവിച്ചു. ജലപ്രളയം വന്നു. എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. എല്ലാവരെയും നീക്കിക്കളയുവോളം ഈ മഹാനാശം വരുമെന്ന് അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് അതുപോലെ തന്നെയാകും. യേശു വീണ്ടും വരും. ഈ കാര്യം നോഹയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് നോഹയ്ക്ക് ലഭിച്ച കൃപ. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. ആ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു. ഒരു തലമുറയിൽ നീതിമാനായിരിക്കുന്ന മഹാഭാഗ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ അങ്ങനെ കാണും. നോഹ ആ തലമുറയിൽ നീതിമാനായിരുന്നു. നോഹ ജീവിച്ച തലമുറയിൽ നോഹ നീതിമാനായിരുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, ഈ തലമുറയിൽ നാം ജീവിക്കുന്ന ഈ തലമുറക്കാലം നാം നീതിമാന്മാരാണോ? നമ്മെ കുറ്റം വഹിക്കുന്നവർ കണ്ടേക്കും, നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നവർ കണ്ടേക്കും, നമ്മെ അധിക്ഷേപിക്കുന്നവർ കണ്ടേക്കും, നമ്മെ പരിഹസിക്കുന്നവർ കണ്ടേക്കും, നമ്മെ മനഃപൂർവ്വം എതിർക്കുന്നവർ കണ്ടേക്കും, നമ്മെ തെറ്റിദ്ധരിക്കുന്നവർ കണ്ടേക്കും. പക്ഷേ വാസ്തവത്തിൽ എല്ലാം കാണുന്ന നിത്യനായ ദൈവത്തിൻ്റെ കൺമുമ്പിൽ, നിത്യനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം നീതിമാന്മാരാണോ? നമ്മെക്കുറിച്ച് നിത്യനായ ദൈവം എന്തു പറയും? നമ്മുടെ പൈസയുടെ കാര്യത്തിൽ നാം നീതിമാനാണോ? ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന പൈസയുടെ കാര്യത്തിൽ നാം നീതിമാനാണോ? ചിന്തിച്ചു നോക്കൂ. നാം ചെലവഴിക്കുന്ന കാര്യത്തിൽ നീതിമാനാണോ? നമ്മുടെ കയ്യിൽ വരുന്ന വരവിൻ്റെ കാര്യത്തിൽ നീതിമാനാണോ? നാം നോക്കുമ്പോൾ കാണാം, അയ്യോ കർത്താവേ, ഞാൻ നീതിമാനല്ല. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീതികേട് വല്ലതും സംഭവിച്ചു പോയി, അനർത്ഥങ്ങൾ വല്ലതും സംഭവിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വല്ലതും സംഭവിച്ചു പോയി. സഹോദരങ്ങളെ, ഇന്നത് മനസ്സിലാക്കുന്നവർ അതിവേഗം നിങ്ങളുടെ തെറ്റുകൾ തിരുത്തിക്കൊള്ളുക. അതിവേഗം ഒട്ടും വൈകാതെ തെറ്റുകൾ തിരുത്തിക്കൊള്ളുക. ഒരവസരത്തിൽ വചനം കേട്ട ഒരു യുവാവ് എൻ്റെ അടുക്കൽ വന്നു. വചനം കേട്ട എറണാകുളത്ത് യു സ്ട്രീറ്റിൽ ഒരു കടയിൽ കണക്കെഴുത്തുകാരനായി നിന്നവനാണ്. കണക്കെഴുത്തിൽ ചില കൃത്രിമങ്ങൾ കാണിച്ചു, കള്ളക്കണക്കുകൾ എഴുതി. അവന് വചനം കേട്ടപ്പോൾ അവന് പരിഭ്രമമായി. അവൻ പിറ്റേന്ന് രാവിലെ ഓടി വന്നു. സാറേ, എന്താ വേണ്ടത്? ഞാൻ വലിയൊരു തുക ഞാൻ അപഹരിച്ചെടുത്തു, ഞാൻ എന്ത് ചെയ്യേണ്ടു? ഞാൻ പറഞ്ഞു, മോനെ, നീ ഒരു കാര്യം ചെയ്യൂ, നീ അത് കൊണ്ടുപോയി കൊടുത്ത് മാപ്പി ചോദിക്കൂ. അയ്യോ സാറേ, അദ്ദേഹം വളരെ ക്രൂരനായ മനുഷ്യനാണ്. അദ്ദേഹം ഞാനിത് ചെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നെ ഒരു ഉപദ്രവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഞാനീ പറയുന്ന ആ തുകയല്ല, അതിനേക്കാൾ വളരെ കൂടുതൽ ഞാൻ എടുത്തു എന്ന് വേണമെങ്കിൽ അദ്ദേഹം ചിന്തിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. എന്നെ പോലീസിനെ ഏൽപ്പിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, നീ ഒരു കാര്യം ചെയ്യൂ, നീ ഏതാനും ദിവസം ഉപവാസം എടുക്കൂ, പ്രാർത്ഥിക്കൂ, അദ്ദേഹത്തിൻ്റെ മനസ്സ് ആർദ്രമായി കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കൂ, എന്നിട്ട് നീ വരിക എന്ന് പറഞ്ഞു. 21 ദിവസം ഉപവാസം എടുത്തതിന് ശേഷം ആ യൗവനക്കാരൻ്റെ അരികിൽ വന്നു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, നീ ഒരു കാര്യം ചെയ്യൂ, ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം. നീ പോയി അദ്ദേഹത്തെ കണ്ട് നിനക്ക് പറ്റിയ തെറ്റ് തുറന്നു പറയുക. അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൽ നിന്ന് നീ അപഹരിച്ച രൂപ എത്രയെന്ന് ഏതാണെന്ന് കണക്കാക്കി അതിൽ കൂടുതൽ തുക നീ ഞാൻ കൊടുക്കുക. സാറേ, ഞാൻ രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, നല്ലത്, നീ പോയി കൊടുക്കുക. വൈകുന്നേരമായപ്പോൾ ഞാൻ മടങ്ങി വന്നു. സാറേ, ഞാനവിടെ ചെന്നപ്പോൾ സേട്ടു അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സേട്ടു, ഒരു കാര്യം ചെയ്യാമോ, എനിക്ക് ഒരു വാക്ക് പറയാനുണ്ടായിരുന്നു, ഒന്ന് മുകളിലോട്ട് വരാമോ എന്ന് ചോദിച്ചു. ഗോഡൗണിലേക്ക് മുകളിലേക്ക് കയറിപ്പോയി. സേട്ടുവും ചെന്നു, ഉടമസ്ഥനായ അദ്ദേഹം ചെന്നു, ഈ യൗവനക്കാരന് ചെന്നു. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഏങ്ങലടിച്ചു പോയി. മോനെ, എന്താ പറ്റിയതെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കടയിൽ കണക്കെഴുത്തുകാരനായി നിന്നപ്പോൾ കുറേ രൂപ അപഹരിച്ചു, കള്ളക്കണക്കെഴുതിപ്പോയി. ഇപ്പോൾ എനിക്ക് സമാധാനമില്ല. ഞാൻ ആ രൂപ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണം. എന്നെ ഇനി കുറ്റം വിധിക്കരുത്. ഞാനിത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് എനിക്ക് ദോഷം വരരുത്, എന്നെ ഉപദ്രവിക്കരുത്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും സാറേ, ഞാൻ കരഞ്ഞുപോയി എന്ന്. ഞാനും കരഞ്ഞുപോയി.
ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കലങ്ങ് വീണു. ഞാൻ ആ കാൽക്കൽ രൂപ വെച്ചു. അദ്ദേഹം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹം എന്നെ ചേർത്തണച്ച് നിർത്തി. അദ്ദേഹം പറഞ്ഞു, മോനെ, നിനക്ക് ഈ ചിന്ത തോന്നാൻ കാരണം എന്താണ്? ഇങ്ങനെ നിനക്ക് വിചാരം വരാൻ കാരണം എന്താണ്? സാറേ, ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ പോയി വചനം കേട്ടു എന്ന്. ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടു എന്ന്. വചനം കേട്ടപ്പോൾ എനിക്ക് മാനസാന്തരമുണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുകയില്ല. പക്ഷേ ഞാനെല്ലാം പറഞ്ഞു. ഞാൻ കേട്ട വചനത്തിൻ്റെ പൊരുൾ ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോനെ, നീ ഭാഗ്യവാനാണ്, നിനക്ക് നല്ലത് വരട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സാറേ, അത് പറഞ്ഞ് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ രൂപ എൻ്റെ കയ്യിലേക്ക് തിരികെ തന്നു. നീ ഇവിടെ ജോലി ചെയ്തവനല്ലേ, എനിക്ക് വേണ്ട രൂപ, എനിക്ക് സന്തോഷമേ ഉള്ളൂ, നല്ലത് നിൻ്റെ കയ്യിലിരിക്കട്ടെ. പക്ഷേ കുഞ്ഞെ, നിനക്ക് തോന്നിയതുകൊണ്ട് നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ചെറുപ്പക്കാരൻ പറയുകയാണ്, സാറേ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം, എന്തൊരു സമാധാനം! അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം എനിക്കുണ്ടായി. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയാൻ തുടങ്ങി. ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്നത് ഞാൻ ഭൂമിയിൽ കൂടി അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം ഞാൻ വാസ്തവത്തിൽ ഞാൻ അങ്ങ് തകർന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. സാറേ, വലിയൊരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഒരു നീതിമാനായിട്ടാണോ ജീവിച്ചതുവരെയും? തിരുത്താൻ വല്ലതുമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എന്തെങ്കിലും തിരുത്താനുണ്ടോ? മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മക്കളോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഭാര്യയോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഭർത്താവിനോട് മാപ്പ് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ സ്വർഗത്തിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരും. തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുമ്പോൾ ഏതെല്ലാം തെറ്റുകളാണ് നിങ്ങൾ ബന്ധിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഏതെല്ലാം പാപങ്ങളാണ് നിങ്ങളെ കൂച്ചുവലങ്ങിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറയുകയും ഇനിമേൽ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ദൈവകൃപ നിങ്ങളുടെ മേൽ അധികമധികമായി പകരുന്നത്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് പലതും തീരുമാനിക്കാൻ കാണും. അധ്യാപകരോട് ചെന്ന് മാപ്പി ചോദിക്കാൻ കാണും. അല്ല, വിദ്യാർത്ഥികളോട് മാപ്പി ചോദിക്കാൻ കാണും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വീട്ടിലുള്ളവരോട് മാപ്പി ചോദിക്കാൻ കാണും. എത്രയോ വല്ല കടകളിൽ നിന്ന് മാപ്പി ചോദിക്കാനില്ലേ? എനിക്കറിയാം, കോലഞ്ചേരിയിലെ പല കടകളിലും ചില കുട്ടികൾ അവർ ചെന്ന് മാപ്പി ചോദിച്ചു. ഇവിടെ നിന്ന് ഞാൻ പൈസ തരാതെ ചില സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പോൾ അതിൻ്റെ പൈസയുമായിട്ട് വന്നിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ തീർന്നു, പൈസയുമായി വന്നിരിക്കുകയാണ്. പല കടകളിലും ഈ പാവപ്പെട്ട കുട്ടികൾ ചെന്ന് മാപ്പി ചോദിച്ചു. സ്കൂളിൽ നിന്ന് ഓടിച്ചെന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടും രൂപ കൊടുക്കില്ല. പിന്നെ അത് മറന്നുപോയതുപോലിരിക്കും, അത് കൊടുക്കാൻ മടിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം പ്രിയപ്പെട്ടവരെ, തിരുത്താൻ വകയില്ലേ? പൈസയുടെ കാര്യത്തിലുള്ള നീതികേട് മാത്രമല്ല, ശരീരത്തിൽ പറ്റിയ അശുദ്ധിയുടെ കാര്യത്തിലുള്ള നീതികേടുകൾ, ശരീരത്തിൽ പറ്റിയ അഴുക്കിൻ്റെ നീതികേടുകൾ. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ശരീരം അശുദ്ധിക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. ഈ ശരീരത്തിൽ ദുരാത്മാക്കൾ പ്രവേശിക്കാൻ പാടില്ല. ഈ ശരീരത്തിൽ പാവം വരുമ്പോൾ ദുരാത്മാക്കൾ എരച്ചു കയറും, അതിനിട കൊടുക്കരുത്. ഏതെങ്കിലും കാര്യങ്ങളിൽ ഈ ശരീരത്തിൽ ഏതെങ്കിലും അവയവം കൊണ്ട് നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിവേദനയോടെ അനുഭവിച്ച് കരഞ്ഞുകൊള്ളുക. അതിവേദനയോടെ തകർന്ന് കരഞ്ഞുകൊള്ളുക. അനുതാപം കാണുന്ന ഒരു ദൈവമുണ്ട്. അനുതാപികൾ പ്രസാദിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനുതാപികളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അനുദപിക്കുന്ന ഭാവിയുടെ പ്രാർത്ഥന കേട്ട് ആശ്വാസം തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പാടാം. അലിയോട് കൃപ ചെയ്യുക നാഥ, അലിയോട് കൃപ ചെയ്യുക നാഥ, ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ, ആർദ്രതയാൽ കോപത്തിൻ വഴിയും താടനവും നീക്കിടണമേ. ആനന്ദൈശ്വര്യങ്ങളെഴും മാസാബ്ദങ്ങളെ നൽകണമേ. ശ്ലീബായുടെ വൻ റൂഷ്മായാൽ വിധ്വംസിക്കുക ദുഷ്ടനെ നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ. ഇന്ന് ആനന്ദം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഐശ്വര്യം കെട്ടുപോയിരിക്കുകയാണ്. ആനന്ദവും ഐശ്വര്യവുമുള്ള മാസങ്ങളും ആണ്ടുകളും നമുക്ക് വേണം. ഇനിയുള്ള കാലങ്ങൾ ആനന്ദൈശ്വര്യം എഴുതുന്ന മാസാബ്ദങ്ങളായിരിക്കണം. ഇനിയുള്ള കാലങ്ങൾ ആനന്ദവും ഐശ്വര്യമുള്ള മാസങ്ങളും ആണ്ടുകളുമായി കിട്ടണം. ഇതുവരെ നേടിയെടുത്തത് തിന്മയാണ്. ആനന്ദം നഷ്ടപ്പെട്ടു പോയി, സമാധാനം നഷ്ടപ്പെട്ടു പോയി, സന്തോഷം നഷ്ടപ്പെട്ടു പോയി, കരയേറ്റം കിട്ടുന്നില്ല, എല്ലായിടത്തും തടസ്സങ്ങളാണ്, ഒരിക്കലൊരു സമാധാനം കിട്ടുന്നില്ല,
കുടുംബമാകെ കലങ്ങിയിരിക്കുന്നു, ആകെ അസ്വസ്ഥതകൾ. എന്നാൽ ആനന്ദൈശ്വര്യം എഴുതുന്ന മാസാബ്ദങ്ങൾ നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഞാൻ എന്താണ് ചെയ്യുന്നത്? അനുതാപികളിൽ കരുണ തോന്നുന്ന ദൈവത്തിൻ്റെ ഇതിലേക്ക് ഞാൻ തകർന്ന ഹൃദയത്തോടെ വരുന്നു. ആഹ്വാനം ചെയ്യുന്ന പാപികളിൽ കൃപയെ വിലക്കാത്തവനാണ് നീ. വിളിച്ചപേക്ഷിക്കുന്ന പാപികളിൽ, കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന പാപികളിൽ കൃപയെ നീ വിലക്കുകയില്ല. കർത്താവെ, ഞാനത് വിശ്വസിക്കുന്നു. ഞാനിതാ അനുതാപത്തോടെ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ തിരുവൻപാകെ വരുന്നു. കർത്താവെ, നീ എനിക്ക് എൻ്റെ പാപം ക്ഷമിച്ചു തന്ന് ആനന്ദൈശ്വര്യം എഴുതുന്ന മാസാബ്ദങ്ങൾ നൽകണമേ. ആനന്ദ ഐശ്വര്യമുള്ള മാസങ്ങളും ആണ്ടുകളും നൽകണമേ. അലിവോടു കൃപ ചെയ്യുക നാഥ. ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ, ആർദ്രതയാൽ കോപത്തിൻ വഴിയും താരവും നീക്കിയിടണമേ. ആനന്ദൈശ്വര്യങ്ങളെഴും മാസാബ്ദങ്ങളെ നൽകണമേ. ശ്രീവായുടെവൻ റൂഷ്മായാൽ വിധ്വംസിക്കുക ദുഷ്ടനെ നിൻ. ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പാപത്തിൽ നിന്ന് മോചനം കിട്ടിക്കഴിഞ്ഞു, ശിക്ഷകൾ ഒഴിവായിക്കഴിഞ്ഞു. അപ്പോൾ നിൻ്റെ ആർദ്രതയെ ഞങ്ങൾ സ്തുതിക്കും. നിൻ്റെ ആർദ്രതയെ ഞങ്ങൾ സ്തുതിക്കും. സ്തുതിയും പ്രഭയും പോഴ്ചയും മാഞ്ഞു പോകാത്ത ഉന്നതിയും സദാ ഇടപെടാതെ കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സ്തുതി എന്ന് പറയുന്നത് വെറും വാക്കല്ല, അക്ഷരമല്ല. അന്തരാത്മാവിൽ നിന്ന് ഉറന്നു വരുന്നതായ ആനന്ദത്തിൻ്റെയും നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും സ്തോത്രധ്വനിയാണത്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയാണ്. ജീവനുള്ള ദൈവത്തോട് സ്തുതിയിൽ കൂടി ബന്ധപ്പെടുകയാണ്. സ്തുതിയിൽ ദൈവത്തോട് ബന്ധപ്പെടുകയാണ്. സ്തുതിയിൽ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോവുകയാണ്. സ്തുതി നമ്മെ കൊണ്ടുവന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോവുകയാണ്. സ്തുതി അത് ആത്മാവിൻ്റെ അന്തരാളത്തിൽ നിന്ന് ഉയർന്നു വരുന്നതായ ആനന്ദമാണ്. ആത്മാവിൻ്റെ അഗാധതയിൽ നിന്ന് പൊങ്ങി വരുന്നതായ സന്തോഷമാണ്, നന്ദിയാണ്, സ്തോത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആ സ്തുതി നമുക്ക് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. സ്നേഹിതരെ, നിങ്ങൾക്ക് വേണ്ടേ ഇത്? വേണ്ടേ? നിങ്ങൾക്ക് സ്തുതിക്കണ്ടേ? പേരിനുള്ള സ്തുതിയല്ല. പേരിന് പ്രൈസ് ദി ലോർഡ് എന്നോ ഹല്ലേലൂയ എന്നോ പറയുന്നതല്ല. അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, വയറിൻ്റെ ആഴത്തിൽ നിന്ന്, ഉദരത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് അങ്ങനെ ഒന്നൊന്നായി പൊങ്ങി ഉയർന്നു വരുന്നതായ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും ഉറവ് പൊട്ടി ഒഴുകുന്നതായ ആനന്ദധ്വനിയാണത്. ആ സന്തോഷധ്വനിയിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുകയാണ്. ദൈവവും മനുഷ്യനുമായി ചേർന്ന് വരികയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ അരികിലേക്ക് പറന്നു ചെല്ലുകയാണ്. സ്തുതികളിന്മേൽ കയറി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. സ്തുതികളിന്മേൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. വിശുദ്ധന്മാരുടെ സ്തുതികളിന്മേൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. സ്നേഹിതരെ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശം കൊള്ളണം. കർത്താവേ, ഒരു വിശുദ്ധനായ ഒരു ശുദ്ധിമതിയായി നിന്നുകൊണ്ട് എൻ്റെ സ്തുതികളിന്മേൽ നാഥ നീ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയം എനിക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ സ്തുതികൾ ഇറങ്ങി വരുമ്പോഴാണ് കർത്താവേ അനേകരുടെ ബന്ധനം കഴിയുന്നത്. അപ്പോഴാണ് അനേകം ശാപങ്ങൾ മാറുന്നത്. അപ്പോഴാണ് അനേകം കെട്ടുകൾ പൊട്ടുന്നത്. അപ്പോഴാണ് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നത്. അപ്പോഴാണ് വിഘ്നങ്ങൾ നീങ്ങിക്കിട്ടുന്നത്. അപ്പോഴാണ് തോറ്റുപോയ രംഗങ്ങളിൽ വിജയം കൈവരുന്നു. തോൽവിയെല്ലാം മാറുന്നു, വിജയം കൈവരുന്നു. ഇത് നമുക്ക് സാധിക്കും. വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും. കടത്തിൻ്റെ ഭീകരമായ കെട്ടുപാടുകൾ മാറിക്കിട്ടും. കടത്തിൻ്റെ ഘോരമായ വിപത്തുകൾ മാറിക്കിട്ടും. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വരും. രോഗങ്ങൾ സൗഖ്യമായി തീരും. അനേകം രോഗങ്ങളും വാസ്തവമായി പാപമോചനത്തിൻ്റെ സ്തുതിയിൽ ആനന്ദിക്കുമ്പോൾ രോഗങ്ങൾ മാറിപ്പോകും. നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. സ്വർഗത്തിലെ ദൈവം കരുണയുള്ള ദൈവമാണ്. കൃപ ലഭിക്കും. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. അതുവരെ ജനം തിന്നും കുടിച്ചും കഴിഞ്ഞു. വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു. പക്ഷേ ജലപ്രളയം വന്നു. മനുഷ്യനെ മുടിക്കുവോളം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ല. ഒന്നുകൂടി വായിക്കാം. മത്തായിയുടെ ശേഷം 24-37 വാക്യം മുതൽ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. എല്ലാം കഴിഞ്ഞിട്ടേ അറിയുന്നുള്ളൂ. അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. സ്തോത്രം. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. നനച്ചിരിക്കാത്ത സമയത്ത്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം അക്ഷരീയമായി സംഭവിക്കാൻ പോവുകയാണ്. അക്ഷരീയമായി സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് എളിമയോടൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് തിരുവചനത്തിൽ പറയുന്നുണ്ട്. നാം അത് വായിച്ച് ഗ്രഹിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. ആവർത്തന പുസ്തകം എടുക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം എടുക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ, ശ്രദ്ധേയമായ വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ അവന് പല കാര്യങ്ങളിലും അവന് വെളിപ്പാടുകൾ കിട്ടുന്നത് വചനത്തിൽ നിന്നാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഖനനം ചെയ്തെടുക്കാമെന്ന് മനുഷ്യൻ അറിഞ്ഞത് വാസ്തവത്തിൽ ഈ തിരുവചനത്തിൽ നിന്നാണ്, തിരുവചനത്തിൽ നിന്ന്. നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. ആശേറിനെക്കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. അവൻ കാല് എണ്ണയിൽ മുക്കട്ടെ. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് എണ്ണ ഖനനം ചെയ്തെടുക്കുന്നു. ധാരാളമായി മരുപ്പറമ്പിൽ നിന്ന്, സമുദ്രത്തിൻ്റെ അഗാധതകളിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നു എണ്ണ. അതിനെക്കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കാൽ എണ്ണയിൽ മുക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് ആശേർ ഗോത്രം താമസിക്കുന്ന മരുഭൂമിയിലെ ഭാഗങ്ങളാണ്. വീണ്ടും 19-ാം വാക്യം വായിക്കാം. 19-ാം വാക്യം. അവർ ജാതികളെ പർവ്വതത്തിലേക്ക് വിളിക്കും, അവിടെ നീതിയാഗങ്ങളെ കഴിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കും. മണലിലെ നിക്ഷേപം വലിച്ചു കുടിക്കും. മണലിലെ നിക്ഷേപം വലിച്ചു കുടിക്കുന്നത് എന്താണ്? മണൽക്കാടിൽ ഖനനം ചെയ്ത് എണ്ണ ഉൽപ്പാദിപ്പിച്ചെടുക്കും. എണ്ണ വലിച്ചു കുടിക്കും. മണലിലെ നിക്ഷേപങ്ങൾ. ഒരു കാലത്ത് പൈസ ഇല്ലാതിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് പൈസയുടെ സമൃദ്ധിയിൽ വിലസുന്നു, പരിലസിക്കുന്നു. എന്താണ് കാരണം? അവിടെ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു, എണ്ണ ഖനനം ചെയ്തെടുക്കാൻ സാധിച്ചിരിക്കുന്നു. മണലിലെ നിക്ഷേപങ്ങളെ വലിച്ചു കുടിക്കാൻ പറ്റുന്നു. മണലിലെ നിക്ഷേപങ്ങളെ ഗൾഫ് രാജ്യങ്ങൾ വലിച്ചു കുടിക്കുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം അക്ഷരീയമായി നിറവേറും എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ വാക്യം വായിച്ചിട്ടാണ് അവിടെ എണ്ണ ഖനനം ചെയ്യുവാൻ ആ പഴയ കാലത്ത് എണ്ണ ഖനനം ചെയ്തു തുടങ്ങിയ കാലത്ത് മനുഷ്യൻ ഉദ്യമിച്ചത്. വേദപുസ്തകം വായിച്ചാണ് ആ ആഗ്രഹം അവർക്ക് വന്നത്, ആ പ്രതീക്ഷ അവർക്ക് വന്നത്. എണ്ണ വലിച്ചു കുടിക്കാൻ സാധിച്ചു. സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ എല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞതെല്ലാം നിറവേറിയിട്ടുണ്ട്. ഇന്ന് പറയുന്നു കർത്താവായ യേശു വീണ്ടും വരുമെന്ന്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹ, നീതി പ്രസംഗിയായ നോഹ ജനമധ്യത്തിലൂടെ അങ്ങനെ ഓടി നടന്നു. അയ്യോ ജലപ്രളയം വരുന്നു, നിങ്ങൾ ഒന്ന് വേഗം നിങ്ങൾ ഞാൻ ഒരുക്കുന്ന പെട്ടകത്തിലേക്ക് കയറിക്കൊള്ളുകയും. നിങ്ങൾ കാണാമല്ലോ, പെട്ടകം ഇതാ ഒരുക്കുന്നു. ആ പെട്ടകത്തിലേക്ക് നിങ്ങൾ കയറിയാൽ മതി, രക്ഷപ്പെടാം. ഈ ഭൂമി വെള്ളം കൊണ്ട് നിറയും. ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചു. ഈ കാരണവരെന്തായി പറയുന്നത്? ഭൂമിയിൽ മഴ പെയ്യാന്ന് പറഞ്ഞാൽ എന്തായി? മഴയെന്ന് പറഞ്ഞാൽ എന്താ സാധനമാണത്? അവർക്ക് മനസ്സിലായില്ല. ഭൂമിയിൽ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. കാരണം അതുവരെയും ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. മഴ പെയ്യാത്ത ഭൂമിയിൽ മഴ പെയ്യുമെന്നാണ് നോഹ പറഞ്ഞത്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഭൂമിയിൽ നിന്ന് തന്നെ മഞ്ഞ് പൊങ്ങി നിലത്ത് നനഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ മഴ പെയ്തിട്ടില്ല. അത്രയേറെ വർഷങ്ങൾ മഴ പെയ്യാത്ത ഭൂമിയിൽ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് മനസ്സിലായില്ല. നോഹ പറഞ്ഞു, കൂട്ടരെ മഴ പെയ്യും, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വെള്ളത്തുള്ളികളൊന്ന് വീഴും, ഈ ഭൂമി വെള്ളം കൊണ്ട് നിറയുമ്പോൾ നമുക്കാർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടകം പണിതിട്ടുണ്ട്. ആ പെട്ടകത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാം. അത് വെള്ളത്തിന്മീതെ പതിഞ്ഞു നിൽക്കുന്ന പെട്ടകമാണ്, വെള്ളത്തിന്മീതെ പൊങ്ങി നിൽക്കുന്ന പെട്ടകമാണ്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ദൈവത്തിന് സ്തോത്രം. ആരും കൂട്ടാക്കിയില്ല, ആരും കണക്കാക്കിയില്ല. ഏതോ ഭ്രാന്ത് പറയുകയാണെന്ന് വിചാരിച്ചു. എന്തോ ഈ പ്രായമായപ്പോൾ ഏതോ കിറുക്ക് വരികയാണെന്ന് വിചാരിച്ചു. അതേ ചിന്തിച്ചുള്ളൂ. പ്രായം കൊണ്ട് വന്ന കുഴപ്പമാണെന്ന് വിചാരിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്തുണ്ടായി? ജലപ്രളയം വന്നു. എല്ലാവരെയും മുടിക്കുവോളം അവർ അറിഞ്ഞതുമില്ല. ജലപ്രളയം വന്നു, വെള്ളം ഭൂമിയിലുമെത്തി. വെള്ളം ഭൂമിയിൽ മരത്തലപ്പുകളുടെ മീതെ പൊങ്ങി, പർവ്വതങ്ങളുടെ മീതെ പൊങ്ങി. ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു. ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ പണ്ഡിറ്റ് നെഹ്റു ആ പ്രളയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. അതിനകത്ത് ഈ ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞ ആ കാലയളവിനെക്കുറിച്ച് പണ്ഡിറ്റ് നെഹ്റു എഴുതിയിട്ടുണ്ട്. അന്ന് മുതലാണ് മധ്യധരണിക്കടലുണ്ടായതെന്ന്. യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന മധ്യധരണിയാഴി, മെഡിറ്ററേനിയൻ സീ, അതുണ്ടായത് ആ പ്രളയത്തിന് ശേഷമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, വലിയൊരു പ്രളയം ഉണ്ടായി. എല്ലാവരും അമ്പരപ്പോട് ഓടിച്ചെന്നു. പെട്ടകത്തിൽ കയറാൻ നോക്കി. പക്ഷേ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു കഴിഞ്ഞിരുന്നു. ദൈവം അടച്ചു കഴിഞ്ഞിരുന്നു. എല്ലാവരും നിരാശരായി തീർന്നു. എല്ലാവരും ദുഃഖിതരായി തീർന്നു. പുറത്ത് നാശത്തിലേക്ക് എല്ലാവരും വഴുതി വീഴുന്നു. അപകടം വന്നു കഴിഞ്ഞു. സ്നേഹിതരെ, ഇതുപോലൊരു ദിവസം വരും. ഇന്ന് നമുക്ക് വചനം കേൾക്കാം, ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടാം, ഇന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം, ഇന്ന് വചനത്തിന് മുമ്പിൽ നമുക്ക് താഴാം. ഇന്ന് നമുക്ക് അവസരമുണ്ട്. നമുക്കിനിയും അങ്ങുമെന്നും നമുക്ക് അലയേണ്ട ആവശ്യമില്ല.
നമുക്ക് ഇനിയും മനസ്സ് ആഴിലാർന്നു പോകേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി ചിന്തിയിരിക്കുന്നു. അവൻ്റെ തിരുവിലാവ് തുറന്നിരിക്കുന്നു. ആ തിരുവിലാവിൽ കൂടി പെട്ടകത്തിൽ പ്രവേശിക്കാം. ആ തിരുവിലാവിൽ കൂടി സ്നേഹത്തിൻ്റെ പെട്ടകത്തിൽ പ്രവേശിക്കാം. സ്നേഹത്തിൻ്റെ തിരുവിലാവ് തുറന്നിരിക്കുന്നു. ആ ഹൃദയം തുറന്നിരിക്കുന്നു. ആ തുറന്ന ഉറവയിൽ നിന്ന് ജീവരക്തം ഊറ്റിക്കൊണ്ടിരിക്കുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഏത് പാപിക്കും അവിടെ പ്രവേശനമുണ്ട്. ഏത് മനുഷ്യന് പ്രവേശനമുണ്ട്. എത്ര ഘോരപാതകിക്കും പ്രവേശനമുണ്ട്. ഏത് നീചഭാവിക്കും പ്രവേശനമുണ്ട്. ഏത് മ്ലേച്ഛഭാവിക്കും പ്രവേശനമുണ്ട്. ആർക്കും പ്രവേശനമുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തിരിയാം. കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, അനേകം പേര് ഈ കൂട്ടായ്മയിൽ വരുന്നവർ, അനേകം പേര് ഈ ഭാഗ്യം അനുഭവിച്ചവരുണ്ട്. പെട്ടകത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച അനേകം പേരുണ്ട്. വചനം കേട്ടപ്പോൾ ഹൃദയം തകർന്ന് കർത്താവിൻ്റെ തിരുവിലാവിൽ അഭയം കണ്ടെത്തിയവർ അനേകരുണ്ട്. തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ചവർ അനേകരുണ്ട്. എൻ്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിലാണ് എനിക്ക് ആ ഭാഗ്യം ലഭിച്ചത്. മഹാഭാഗ്യം. നിരാശയിൽ കൂപ്പുത്തിപ്പോയി എനിക്ക് അന്ന് വലിയൊരു മഹാഭാഗ്യം ലഭിച്ചു. എനിക്ക് അപ്പനില്ല. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു. എനിക്ക് ചേട്ടനില്ല. ഒരു വയസ്സിൽ ചേട്ടൻ മരിച്ചു. എൻ്റെ അമ്മ കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അമ്മയോടൊപ്പം കരയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിരാശ പൂണ്ട ജീവിതം, സമാധാനമില്ലാത്ത ജീവിതം, തകർന്നുപോയ ജീവിതം. എന്നാൽ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അന്ന് വചനം കേട്ടപ്പോൾ ഉള്ള് തകർന്നു. വാളുകൊണ്ട് വെട്ടും പോലെ എൻ്റെ ചങ്കിൽ വചനം വന്ന് വെട്ടി. ദൈവത്തിന് സ്തോത്രം. ചങ്ക് കീറിപ്പോയി. എൻ്റെ ഹൃദയം കീറിപ്പോയി. എൻ്റെ ഹൃദയം മുറിഞ്ഞുപോയി. എൻ്റെ ഹൃദയത്തിലേക്ക് വചനം കടന്നു വന്നു. വചനം ഉള്ളത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അന്ന് കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ പെട്ടകത്തിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടി. സ്വർഗീയ പെട്ടകത്തിലേക്ക്, കർത്താവായ യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടി. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് മാത്രം ചെയ്യൂ. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ നിങ്ങൾ കാണൂ. നിങ്ങളെ ആളാമ്പ്രതി സ്നേഹിക്കുന്ന യേശുവിനെ നിങ്ങൾ വിളിക്കൂ. നിങ്ങളുടെ പേരറിയുന്ന യേശുവിനെ നിങ്ങൾ വിളിക്കൂ. നിങ്ങളുടെ ഊരറിയുന്ന യേശുവിനെ നിങ്ങൾ വിളിക്കൂ. നിങ്ങൾ എവിടത്തുകാരെന്ന് അറിയുന്ന യേശുവിനെ നിങ്ങൾ വിളിക്കൂ. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം കാണുന്ന യേശുവിനെ നിങ്ങൾ വിളിക്കൂ. യേശു നിങ്ങൾക്ക് വേണ്ടി രക്ഷാപെട്ടകം ഒരുക്കിയിരിക്കുന്നു. രക്ഷാപെട്ടകം ഒരുക്കിയിരിക്കുന്നു. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. ഇതാ നിങ്ങൾക്ക് ദൈവത്തിന് കൃപ ലഭിക്കുകയാണ്. ഇനി വൈകരുത്, താമസിക്കരുത്. അതിവേഗം നിങ്ങൾ ഓടി വരിക. പെട്ടകത്തിൽ പ്രവേശിക്കുക. യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ പ്രവേശിക്കുക. യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രവേശിക്കുക. യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ പെട്ടകത്തിൽ പ്രവേശിക്കുക. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുക. ആ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ. തിരുരക്തം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. തിരുരക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ. തിരുരക്തത്താൽ നിങ്ങൾ രൂപാന്തരപ്പെടട്ടെ. തിരുരക്തത്താൽ നിങ്ങളുടെ സ്വഭാവം മാറട്ടെ. തിരുരക്തത്താൽ നിങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ. അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരട്ടെ. സ്വർഗീയ രാജാധിരാജൻ്റെ കൃപയും കരുണയും നിങ്ങളുടെ മേൽ പകരട്ടെ. നിങ്ങൾ അനുഗ്രഹീതരായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരുങ്ങാം. ഒരുമിച്ച് ഒരുങ്ങാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ജാഗരിക്കാം. ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത ജനം ഇന്ന് യേശുവിനെ കാണുവാൻ ഒരുങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുവാൻ ഒരുങ്ങട്ടെ. യേശുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരാൻ ഒരുങ്ങട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുപോലെ ഇന്ന് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.